മാസ്റ്റർ, എന്താണിങ്ങനെ അന്താളിച്ചു നിൽക്കുന്നത്? ഞാൻ അന്വേഷിക്കുകയാണ് കുട്ടി. ആരെ? നീ അന്ന് പറഞ്ഞില്ലേ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലഹരിയെ പറ്റി? അതിനെ ആ ലഹരി ഈ മദ്യത്തിനില്ലല്ലോ മാസ്റ്റർ. ഇത് മദ്യമല്ല കുട്ടി, മരണമാണ്. മരണം. അതിങ്ങോട്ട് തരും മാസ്റ്റർ. എന്തിന്? നിലത്തൊഴിച്ച് കളയാം. ഇന്നിനി കുടിക്കരുത്. വേണ്ട. ഇത് എന്റെ അവസാനത്തെ പരീക്ഷണമാണ്. എന്നോട് ചിലങ്ക കെട്ടി വരാൻ പറഞ്ഞില്ലേ? ഓ, ശരിയാണ്. ഞാൻ നൃത്തം ചെയ്യട്ടെ മാസ്റ്റർ? എനിക്ക് ഭയം തോന്നുന്നു. ജീവിതത്തിൽ ഇന്നാദ്യമായി ഞാൻ ഭയപ്പെടുന്നു. എന്തിന്? നീ ഇന്നും പിഴയ്ക്കും. അന്വേഷിച്ചത് കണ്ടെത്താത്തതിലുള്ള അമർഷവും വഹിച്ച് ഞാൻ തിരിച്ചു പോകേണ്ടി വരും. ഇല്ല മാസ്റ്റർ, എനിക്ക് ആത്മവിശ്വാസം തോന്നുന്നു. മാസ്റ്റർ, എന്താണ് ചിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. സത്യമോ? നീ ആ സത്യത്തെ കണ്ടിട്ടുണ്ടോ? അത് കാണാൻ കഴിയുന്ന ഒന്നല്ലല്ലോ മാസ്റ്റർ. ദൈവത്തെ പോലെ അല്ലേ? രൂപവും ഭാവവും ഇല്ലാത്ത ഒരു നിർഗുണ സങ്കല്പം. നീ നൃത്തം ചെയ്തോളൂ. ചെയ്യൂ റാണി, നീ നൃത്തം ചെയ്യൂ. ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ വിജയിച്ചാൽ ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വിജയിച്ചില്ലെങ്കിൽ? വിജയിക്കും, എനിക്ക് തീർച്ചയുണ്ട്. വിജയിച്ചില്ലെങ്കിൽ? അതാണ് എന്റെ ചോദ്യം. കുടിക്കണം, ഞാൻ തടയില്ല. മാസ്റ്റർ എത്ര വേണമെങ്കിലും കുടിക്കണം. ശരി, നീ ഇന്ന് വിജയിച്ചാൽ ഞാൻ ഇത് നിലത്തൊഴിച്ച് കളയും. തോറ്റാൽ മാസ്റ്റർ അത് ഈ ചിലങ്കയിലൊഴിക്കും. ആ മദ്യം ഈ ചിലങ്കയിലൊഴിക്കും. കുട്ടി, കല ദുഃഖമാണ്. നൃത്തവും വാദ്യവും ഗാനവും എല്ലാം വെറും വിദ്യകളാണ്. ദുഃഖമാണ്. കല ദുഃഖമാണ് കുട്ടി. കല ദുഃഖമാണ് കുട്ടി. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ദുഃഖത്തിന്റെ വിശ്വരൂപമാണ് ഞാൻ. വിശ്വരൂപമാണ് ഞാൻ. എന്തു പറ്റി മാസ്റ്റർ? എന്തു പറ്റി മാസ്റ്റർ? വിശ്വേട്ടാ, 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 മാസ്റ്റർ, വിശ്വേട്ടാ, 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 ഒന്ന് നോക്കൂ. മാസ്റ്റർക്ക് എന്തോ അസുഖമാണ്. വിശ്വേട്ടാ, 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 ഒന്ന് നോക്കൂ വിശ്വേട്ടാ. ഒന്നുമില്ല. അയ്യോ, അങ്ങനെയല്ല, എന്തോ അസുഖമാണ്. അതെ, എന്തോ അസുഖമാണ്. പരാട്ടന് സുഖമില്ല. എന്തോ അസുഖമാണ്. വിശ്വേട്ടാ, വിശ്വേട്ടാ, ഞാൻ എന്തു വേണം? വേഗം എന്തെങ്കിലും മരുന്ന് കൊടുക്കൂ. ഞാനത് അകത്തേക്ക് കൊണ്ടുവരാം. നീ നോക്കൂ, വരട്ടെ, ശ്രദ്ധിക്കൂ. ഞാൻ അവിടെ ഒരു കുപ്പി വെച്ചിരുന്നല്ലോ. പുഷ്പ കണ്ടോ? എവിടെ? അലമാരയിൽ വെച്ചിരുന്നു. പുഷ്പ അതെടുത്തോ? ഇല്ലല്ലോ.
ചേട്ടൻ ചേട്ടൻ എന്താണ് ചിരിക്കുന്നത്? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. നിന്റെ പരിഭ്രമം കണ്ട് ഞാൻ ചിരിച്ചതാണ്. ചേട്ടൻ അലമാരയിൽ നിന്ന് കുപ്പിയെടുത്തു. വല്ല മരുന്നുമായിരുന്നു? അതെ, എനിക്ക് പറ്റിയ മരുന്നായിരുന്നു. അതെ, എങ്കിൽ ഞാനത് കഴിച്ചിട്ടുണ്ട്. അയ്യോ, അത് വിഷമായിരുന്നു. അത് വിഷമാണ്. ബഹളം കൂട്ടരുത് പുഷ്പേ. വിഷം എന്തിനാടാ ഈ വീട്ടിൽ വിഷം കൊണ്ടുവന്നത്? നീ ആരെ കൊല്ലാനാണടാ ഈ വീട്ടിലേക്ക് വിഷം കൊണ്ടുവന്നത്? എന്തിനാടാ നീ ഇപ്പോൾ അത് അന്വേഷിച്ചത്? ഡോക്ടർ, വിഷം എനിക്ക് പറ്റിയ മരുന്നാണെന്ന് തന്നേക്കാൾ മുമ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് കഴിച്ചത്. വിഷമിക്കാതെടാ വീട്ടി. നിന്നെപ്പോലൊരു ധീരൻ ഒരിക്കലും വിഷമിക്കരുത്. അച്ഛനെ കൊന്നവൻ ചേട്ടന്റെ മരണം കാണുമ്പോൾ ചിരിക്കണം. എടാ ചിരിക്കടാ, ചിരിക്കടാ. അരുതടാ, ചിരിക്കടാ. കരയാനല്ലടാ ഈ നിമിഷം നീ ഉപയോഗിക്കേണ്ടത്. അച്ഛനെ കൊന്നവൻ ഏട്ടന്റെ മരണം കാണുമ്പോൾ ചിരിക്കടാ, ചിരിക്കേ. ബഹളം കൂട്ടരെന്ന് പറഞ്ഞില്ലേ? തമിഴ് സിനിമയുടെ അവസാനം പോലെ അനാവശ്യമായി ഒച്ചപ്പാടുണ്ടാക്കരുത്. ഞാൻ രസമായി ഒന്ന് മരിച്ചോട്ടെ. മരണം എത്ര സുന്ദരമായ പദമാണ്. മരണം. പുഷ്പേ, എനിക്ക് പുഷ്പേ, ഏട്ടന് അവസാനമായി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ് മാസ്റ്റർ? എനിക്ക് പറയണം. എന്നോടാണോ? അല്ല. ഈ ലോകത്തോട് മാസ്റ്റർ, എന്നെ മാസ്റ്റർ. ബാലേട്ടാ